അപ്പം നമുക്ക് ബാറ്ററി ഫസ്റ്റ് ടൈം ചാർജ് ചെയ്യുമ്പം നമ്മളതൊന്ന് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഒറ്റയടിക്ക് ചാർജ് ചെയ്യാതെ നമ്മളിതൊന്ന് എക്സ്റ്റേണൽ ഡേറ്റയ്ക്കകത്ത് നമുക്കിതിൻ്റെ അകത്ത് ഓരോ സെല്ലിൻ്റെയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. അതെ, ഔട്ട്പുട്ടിൽ ഇപ്പോൾ എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ, കറണ്ട് എത്ര എടുക്കുന്നുണ്ടോ, അതുപോലെ ഫ്രീക്വൻസി, ഔട്ട്പുട്ടിൽ എത്ര ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടോ, അതുപോലെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കിട്ടും. ഇപ്പോൾ ഗ്രിഡിൽ ഇതിനകത്ത് വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ടെക്നോ കാഞ്ഞിരപ്പള്ളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ലോ കോസ്റ്റ് ഹൈബ്രിഡ് എന്നൊക്കെ പറയാം. നമുക്കറിയാം, നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹൈബ്രിഡ് ഡൈ അതുപോലുള്ള കമ്പനികളിലൊക്കെ ആയിരുന്നു നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന. ഇമ്പോർട്ടഡ് ആയിരുന്നു. ഇത് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള UTL എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇത് ട്രാൻസ്ഫോമറുള്ള സിസ്റ്റമാണ്. മറ്റേ നമ്മുടെ ഡൈയുടെ ഒക്കെ വരുമ്പം ട്രാൻസ്ഫോമർലെസ് ടെക്നോളജിയാണ് വരുന്നത്. നമുക്കറിയാം, ഇനിയിപ്പോൾ ഉള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഹൈബ്രിഡിൻ്റെ ഒരു കാലഘട്ടമായിരിക്കും. കാരണം നമ്മുടെ സോളാർ സിസ്റ്റം ആദ്യം വന്ന കാലത്ത് ആദ്യം ഓഫ് ഗ്രിഡ് ആയിരുന്നു. പിന്നീട് അത് മാറി ഓൺ ഗ്രിഡ് വന്നു. അപ്പോൾ ഓഫ് ഗ്രിഡിലുള്ള പോരായ്മകളെ കുറേയൊക്കെ ഒഴിവാക്കിയാണ് ഓൺ ഗ്രിഡ് വന്നത്. ഈ ഓൺ ഗ്രിഡിലെയും പോരായ്മകളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റം വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഡൈ പോലുള്ള കമ്പനികളിൽ അത്രയും ഫെസിലിറ്റീസ് ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടത്തില്ല. കാരണം നമുക്ക് അതുപോലുള്ള കറക്റ്റായിട്ടുള്ള വൈഫൈ വഴിയുള്ള ഫുള്ളായിട്ടുള്ള ആക്സസ്, വൈഫൈ ആക്സസ് ഒക്കെ ഉണ്ട്, എന്നാലും വൈഫൈ വഴിയുള്ള അത്രയും ഡീറ്റെയിൽഡ് ആക്സസോ കാര്യങ്ങളോ, അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള ഇൻവെർട്ടറുകളൊക്കെ നമുക്ക് TOD, ഇപ്പോഴത്തെ TOD കറണ്ട് ബില്ല് അനുസരിച്ച് വൈകുന്നേരങ്ങളിൽ നമുക്കറിയാം ഒരു കറണ്ട് ബില്ല് ഒരു നിരക്ക് കൂടുതലാണ്. പകലൊരു നിരക്ക്, വൈകുന്നേരം 6 തൊട്ട് 10 വരെ വേറൊരു നിരക്ക്, അതിനുശേഷം വേറൊരു നിരക്ക്. പിന്നെ 3 രീതിയിലാണ് 250 യൂണിറ്റ് മേളിൽ ഉപയോഗിക്കുന്നവർക്കും കറണ്ട് ബില്ല്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഡൈയുടെയൊക്കെ ഹൈബ്രിഡ് ഇൻവെർട്ടറാണ് നമുക്ക് 6 മുതൽ 10 വരെ ബാറ്ററി നിന്ന് മാത്രം എടുക്കാവുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഫെസിലിറ്റീസ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു UTLൻ്റെ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. സിഗ്മ എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 48 വോൾട്ടിൽ 5 കിലോ വാട്ട്സിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന മോഡലാണ്. നമുക്കിതിൽ 5000 വാട്ട്സ് വരെ സോളാർ പാനൽ കൊടുക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ അകത്ത് UTL തന്നെ ലിഥിയം ബാറ്ററിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. UTLൻ്റെയും ലിഥിയം ബാറ്ററിയും നമുക്ക് ഒരു എന്താ പറയുക, പ്രൈസ് റേഞ്ചിൽ നമുക്ക് കുറച്ച് കുറവുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ കാണിച്ചത് ലിയോണിക്സ് പോലെ അത്രയും പ്രീമിയം പ്രോഡക്റ്റ് അല്ല. നമുക്ക് അത്രയും ഒരു ലിയോണിക്സ് ആണൊക്കെയാണ് നമുക്കൊരു 15 വർഷം ലൈഫ് എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു ആവറേജ് ഒരു 10 വർഷം 15 വർഷത്തിന് ഇടയ്ക്കാണ് നമുക്ക് ആവറേജ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ഗ്രിഡിൻ്റെയും ഓഫ് ഗ്രിഡിൻ്റെയും ഡ്രോബാക്സ് ഒഴിവായി കിട്ടും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പം പകല് വീട്ടിൽ ആളില്ലാത്തവർക്കാണെങ്കിൽ ഓഫ് ഗ്രിഡ് നഷ്ടമാണ്. കാരണം നമുക്ക് പകൽ ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞ് ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഓഫ് ഗ്രിഡിൽ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര കിലോ വാട്ട്സിൻ്റെ പാനൽ വെച്ചെന്ന് പറഞ്ഞാലും പ്രൊഡക്ഷൻ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതുപോലെ നമുക്കിപ്പം ബാറ്ററി ഇപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഒരു 3 കിലോ വാട്ട്സ് വെച്ചാൽ 12 യൂണിറ്റ് വരെ പ്രൊഡക്ഷൻ നമുക്കുണ്ടാവും. ഈ 12 യൂണിറ്റ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 12 ബാറ്ററിയൊക്കെ വെക്കേണ്ടി വരും. 150 ബാറ്ററി ഒക്കെയാണ് 12 എണ്ണം വെക്കേണ്ടി വരും. അതും നമ്മളെ കൊണ്ട് ഫിനാൻഷ്യലി കേപ്പബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ലോഡുകളും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ AC ഒക്കെ കൊടുക്കണം, അതിനനുസരിച്ച് ബാറ്ററിയുടെ എണ്ണം കൂട്ടേണ്ടി വരും. അതൊക്കെയായിരുന്നു ഓഫ് ഗ്രിഡിൻ്റെ ഒരു ഇഷ്യൂസ്. അപ്പം അതൊഴിവായിട്ടാണ് നമുക്ക് ഓൺ ഗ്രിഡ് വന്നത്. ഓൺ ഗ്രിഡ് ആകുമ്പോഴത്തേനും നമുക്ക് ഉപയോഗം ഉണ്ടെങ്കിലും ഉപയോഗം ഇല്ലെങ്കിലും, ഉപയോഗം ഉണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് വീട്ടിലോട്ട് ഉപയോഗിക്കാം. ഉപയോഗം ഇല്ലെങ്കിൽ ബാലൻസ് വരുന്നത് നമ്മുടെ KCBയിലേക്ക് പോവുകയും വൈകുന്നേരം നമുക്ക് തിരിച്ചെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ അതിലും നമുക്ക് ഈ പറഞ്ഞൊരു ബാക്കപ്പ് ഇല്ല. കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് ഓഫായി പോകും. അപ്പോൾ നമുക്ക് 1-2 ദിവസം കറണ്ട് ഇല്ലാതെ വന്നാൽ ആ പ്ലാന്റ് കൊണ്ട് പ്രയോജനം ഇല്ലാതായി പോകും. അപ്പോൾ ബാറ്ററി വെച്ചിട്ടുണ്ട്, നമ്മൾ ചെറിയ ബാറ്ററി ഇൻവെർട്ടറൊക്കെ വെക്കുന്നതെങ്കിലും അത് ഒരു പക്ഷേ ആ ബാറ്ററി ഇൻവെർട്ടറും ഒരു ദിവസത്തിനുള്ളതൊക്കെ കാണുള്ളൂ. നമുക്ക് അത്യാവശ്യമുള്ള ലൈറ്റും ഫാനും ഒക്കെ കാണുള്ളൂ. ഒരു മോട്ടറൊക്കെ ഇടണമെന്ന് വെച്ചാലും ഓൺ ഗ്രിഡിൽ നടക്കില്ല. അപ്പോൾ ഈ ഹൈബ്രിഡിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലെ എല്ലാ ഹെവി ലോഡുകളും കൊടുക്കാൻ പറ്റും. അതായത് നമുക്കൊരു 5000 വാട്ട്സ് വരെയൊക്കെ ലോഡ് ചെയ്യാൻ പറ്റുന്ന ലോഡുകൾ, അതായത് ലൈറ്റ്, ഫാന്, TV, അതുപോലെ മോട്ടർ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, അതൊക്കെ കൊടുത്ത് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും. AC കൊടുക്കാതിരിക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. കാരണം അത് ഹൈബ്രിഡ് നമ്മൾ വീട്ടിൽ കണക്ട് ചെയ്ത് കഴിയുമ്പം ഓൾറെഡി നമുക്ക് ഈ കറണ്ട് വരുന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഒരു 48 വോൾട്ട് 100Hൻ്റെ ബാറ്ററി, അതിലാകപ്പാട് നമുക്ക് കൂടിപ്പോയി ഒരു 4 യൂണിറ്റ് കറണ്ടോ വല്ലതും സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 4 യൂണിറ്റ് കറണ്ട് ACക്ക് തന്നെ വേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ AC ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്കപ്പ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മിക്കപ്പോഴും നമ്മളൊക്കെ ചെയ്യുമ്പോഴത്തേനും ഹൈബ്രിഡ് ചെയ്യുമ്പോഴത്തേനും എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിലെ സർക്യൂട്ട് രണ്ടായിട്ട് തിരിക്കും. അത്യാവശ്യമില്ലാത്ത AC പോലുള്ള സർക്യൂട്ടുകൾ നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുകയും ബാക്കിയുള്ള സർക്യൂട്ടുകളുണ്ടല്ലോ, നമുക്ക് അത്യാവശ്യമുള്ള മിക്സി, പമ്പ്, മോട്ടർ, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വീട്ടിലെ ലോഡുകളും
നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യും. ഹൈബ്രിഡിലേക്ക് ഒരു സർക്യൂട്ട് ആക്കും. അതുപോലെ AC ഉള്ള പോലുള്ള സ്ഥലങ്ങൾ ഒരു സർക്യൂട്ട് ആക്കും. അത് ഡയറക്റ്റായിട്ട് കറണ്ടിൽ തന്നെ പോകും. അത് കറണ്ട് AC നമുക്കിപ്പോൾ കറണ്ട് ഉള്ളപ്പോൾ വർക്ക് ചെയ്താലും മതിയല്ലോ, അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. നമുക്കിതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പോകുന്നതുകൊണ്ട് നമുക്ക് കറണ്ട് ബില്ലൊന്നും വരികയില്ല. ഇപ്പോൾ കറണ്ട് ഇല്ലാതെ ഇപ്പോൾ 2-3 ദിവസം വന്നാലും ഹൈബ്രിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിലെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഒരു ബുദ്ധിമുട്ടും, ഇപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടോ പമ്പോ കാര്യങ്ങളോ ഓണാക്കുന്നതിനോ ബുദ്ധിമുട്ടോ, ഇൻഡക്ഷൻ കുക്കർ ഓണാക്കുന്നതിനോ, ഒരു വാട്ടർ ഹീറ്റർ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഇലക്ട്രിക്കൽ വാട്ടർ ഹീറ്റർ ഉണ്ടെങ്കിൽ അത് ഓണാക്കുന്നതിനോ ഒന്നും ബുദ്ധിമുട്ട് വരികയില്ല. അതാണ് ഇപ്പോൾ ഹൈബ്രിഡിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഹൈബ്രിഡ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയേ ഉള്ളൂ. ഒന്ന് നമ്മൾ സർക്യൂട്ടിൽ ഒന്ന് രണ്ടാക്കി തിരിക്കുക, അല്ലെ അതുപോലെ ഹെവി ആയിട്ടുള്ള ഹൈബ്രിഡ് വെക്കണം. അതുപോലെ ഹെവി ആയിട്ടുള്ള ബാറ്ററി, ഇപ്പോൾ AC ഒക്കെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടെന്നല്ല. ഇപ്പോൾ 8 കിലോ വാട്ട്സിൻ്റെ 12 കിലോ വാട്ട്സിൻ്റെ ഒക്കെ ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട്. അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ AC ഒക്കെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് ബാറ്ററി കപ്പാസിറ്റി ഇപ്പോൾ 10 കിലോ വാട്ട്സിൻ്റെ ബാറ്ററി അല്ല 20 കിലോ വാട്ട്സിൻ്റെ ബാറ്ററിയൊക്കെ വെക്കാം. അതുപോലെയൊക്കെ ചെയ്യുന്ന ക്ലയൻസും ഉണ്ട്. നമുക്കൊരു എക്കണോമിക്കലി ഒരു സാധാരണ വീട്ടുകാരനെ സംബന്ധിച്ച് ഉള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്കിപ്പോൾ ഓൺ ഗ്രിഡിലാകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ കറണ്ട് പോവോ, അല്ലെങ്കിൽ ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, ചിലയിടത്തൊക്കെ പകൽ ലോഡില്ലാത്തപ്പം 265 മേലോട്ട് വോൾട്ടേജ് പോയാലും നമ്മുടെ ഓൺ ഗ്രിഡ് പ്ലാന്റ് ഓഫായി പോകും. അതുപോലെ 190 താഴെ വോൾട്ടേജ് പോയാലും പ്ലാന്റ് ഓഫായി പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഓൺ ഗ്രിഡ് നഷ്ടമായിട്ട് വരും. പക്ഷേ ഹൈബ്രിഡിലാകുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കതിന് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ബാറ്ററി ചാർജ്, നമ്മുടെ വീട്ടിലോട്ടുള്ള ഉപയോഗത്തിനുള്ള നമ്മുടെ വീട്ടിലോട്ട് എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ കറണ്ടുള്ള സമയത്താണെങ്കിൽ നമുക്കത് എക്സ്പോർട്ട് നടക്കും. ഇപ്പോൾ വീട്ടിൽ നമ്മൾ 2 ദിവസം ഇല്ലെങ്കിൽ പോലും ബാറ്ററി ചാർജ് ചെയ്തിട്ട് മിച്ചം വരുന്നത് നമുക്ക് ഓഫ് ഗ്രിഡിലാണെങ്കിൽ വേസ്റ്റ് ആയി പോകും. പക്ഷേ ഹൈബ്രിഡിലാകുമ്പോൾ നമുക്കത് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് വൈകുന്നേരം അത് തിരിച്ചെടുത്ത് ഉപയോഗിക്കാനും പറ്റും. നമുക്ക് എന്തായാലും പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. നമുക്കപ്പോൾ ഇതാണ് വരുന്നത്, നമ്മുടെ ഇൻവെർട്ടർ വരുന്നത്. ഇത് 5 kVയുടെ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് 48 വോൾട്ടാണ് ബാറ്ററി ബാങ്ക് കൊടുക്കേണ്ടത്. അതുപോലെ 5000 വാട്ട്സ് വരെ സോളാർ പാനൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഇതാണ്. ബാറ്ററി നമുക്ക് വരുമ്പോഴത്തേന് 48 വോൾട്ട് 100Hൻ്റെ ലിഥിയം ബാറ്ററിയാണ് വരുന്നത്. നമുക്കിനി ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽ പരിശോധിച്ച ശേഷം ബാറ്ററിയിലേക്ക് പോകാം. ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് വരുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കിട്ടും. ഇപ്പോൾ ഗ്രിഡിൽ ഇതിനകത്ത് വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഗ്രിഡിൽ നമുക്ക് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 232 വോൾട്ട് 62 വാട്ട്സ് ചെറിയ ഇതിലേ എടുക്കുന്നുള്ളൂ. എത്ര യൂണിറ്റ് ഗ്രിഡെന്ന് എടുത്തുന്നുള്ളത് കാണിക്കും. അതുപോലെ ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഉള്ള കാര്യങ്ങൾ, ഔട്ട്പുട്ട് 220 വോൾട്ടാണ് വരുന്നത്. 155 വാട്ട്സ് ഇപ്പോൾ ലോഡ് ഇവിടെ എടുക്കുന്നുണ്ട്. ഔട്ട്പുട്ടിൽ എത്ര യൂണിറ്റ് എടുത്തെന്നുള്ളത് നമുക്ക് ഇവിടെ കാണിക്കും. അതിൻ്റെ ഹെഡ്സ കാര്യങ്ങൾ, പിന്നെ ടൈമെല്ലാം അതിൻ്റെ ഫ്രണ്ടിലും ഉണ്ടാവും. പിന്നെ ബാറ്ററിയുടെ വോൾട്ടേജ്, ഇപ്പോൾ ഡിസ്ചാർജിങ് ആണോ ചാർജിങ് ആണോ എന്നുള്ളത് കാണിക്കും. ഇപ്പോൾ ഡിസ്ചാർജിങ് ആണ് കാണിക്കുന്നത്. എത്ര ആംപിയർ എടുക്കുന്നുണ്ടെങ്കിൽ ആംപിയർ ഇവിടെ കാണിക്കും. ഇവിടെ സോളാറിൽ നിന്ന് ഡയറക്റ്റ് പോകുന്നതുകൊണ്ട് ഇവിടെ ആംപിയർ എടുക്കുന്നില്ല. പിന്നെ ഇത് സോളാറാണ്. ഇപ്പോൾ സോളാറിൽ നിന്നുള്ള വോൾട്ടേജ് ഇവിടെ വെച്ചിരിക്കുന്നത് 575 വാട്ട്സിൻ്റെ യൂറ്റിലിൻ്റെ ബൈഫേഷ്യൽ സോളാർ പാനലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്ട്രക്ചറൊക്കെ നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു വാക്ക് വേ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന 575 വാട്ട്സിൻ്റെ 6 പാനലാണ്. നമുക്കിനി ഒരു 2 പാനലും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു മൾട്ടി സ്പൈക്ക്, നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴോട്ട് ഇറങ്ങാൻ വേണ്ടി വാക്ക് വേയും കാര്യങ്ങളും, അതുപോലെ ഇനി 2 പാനലും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ 218, ഇപ്പോൾ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ലോഡ് കൂടുന്നതനുസരിച്ച് നമുക്കിപ്പോൾ എക്സ്പോർട്ട് പോകുന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടിനനുസരിച്ച് കാണിക്കും. ഇപ്പോൾ എക്സ്പോർട്ടും ഇല്ല ലോഡും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിത് കാണിക്കുന്നത്. ഓഫ് ഗ്രിഡിൽ നോർമലി ഇങ്ങനെ വരുവുള്ളൂ, അത് നമുക്കറിയാമല്ലോ. പിന്നെ അതിൽ എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എത്ര ആംപിയർ വരുന്നുണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കും. പിന്നെ ഇവിടെ നമുക്ക് വൈഫൈയുടെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുക്കുന്നത്. വൈഫൈയുടെ സിഗ്നൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അതുപോലെ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഡിസ്കണക്റ്റ് ആണോ കണക്റ്റ് ആണോ എന്നുള്ളതെല്ലാം കാണിക്കും. പിന്നെ ഇവിടെ വരുമ്പോഴത്തേന് സിസ്റ്റം ഇൻഫോ വരും. അതിൽ IT ലോഡ്, നമുക്ക് കമ്പ്യൂട്ടറൊക്കെ ഉള്ളിടത്ത് IT ലോഡ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ നോ ലോഡ് ഷട്ട് ഡൗൺ ഡിനൈഡ് ആണ്, അതായത് ലോഡ് ഇല്ലെങ്കിൽ ഷട്ട് ഡൗൺ ആകുന്ന ഓപ്ഷനാണ്. പിന്നെ അതുപോലെ സോഴ്സ്, ഗ്രിഡ്, നമുക്ക് ആ ജനറേറ്ററും ഗ്രിഡും കൊടുക്കാൻ പറ്റും ഇൻപുട്ട്. അതിൽ ഗ്രിഡാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ചാർജിങ് എനേബിളോ ഡിസേബിളോ, കറണ്ട് എന്നുള്ള ചാർജിങ് എനേബിൾ ആണോ ഡിസേബിൾ ആണോ നമുക്കറിയാൻ പറ്റും. അതുപോലെ ഓപ്പറേഷൻ മോഡ് PC. നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് 3 മോഡാണ് വരുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം. PC വരുന്നുണ്ട്, സ്മാർട്ട് വരുന്നുണ്ട്, ഹൈബ്രിഡ് വരുന്നുണ്ട്. നമുക്ക് ഒരു സോളാറിൻ്റെ MCB വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാറ്ററിക്ക് ഒരു MCB വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഗ്രിഡിന് ഒരു MCB, അങ്ങനെ 3 MCBs ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഒരു ഫ്യൂസ് ബോക്സ്, ഫ്യൂസൊക്കെ സേവ് നമുക്ക് മാറാൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വെക്കാൻ വേണ്ടി ഒരു ബോക്സാണ്, അത് ആവശ്യമില്ല.
പിന്നെ നമുക്ക് ബാറ്ററി ഫസ്റ്റ് ടൈം ചാർജ് ചെയ്യുമ്പം നമ്മളൊന്ന് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഒറ്റയടിക്ക് ചാർജ് ചെയ്യാതെ നമ്മളിതൊന്ന് ഞെക്കി പിടിച്ചതിന് ശേഷം വേണം കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഡിസ്പ്ലേയിലൊരു വാർണിംഗ് സൗണ്ട് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ബാറ്ററി MCB ഓൺ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ UPSും ബൈപ്പാസ് സ്വിച്ച് വരുന്നുണ്ട്. 0ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓഫും, 1ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെർട്ടർ മോഡും, ഈ 2ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബൈപ്പാസും വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിതാണ് ബാറ്ററി വരുന്നത്. ബാറ്ററിയിൽ നമുക്ക് ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. ഡിസ്പ്ലേയിൽ അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. നമ്മൾ ഡിസ്പ്ലേ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഡിസ്പ്ലേയിൽ ചാർജിങ് ആണോ ഡിസ്ചാർജിങ് ആണോ എന്ന് കാണിക്കും. വോൾട്ടേജ് കാര്യങ്ങൾ, SOC, അതായത് നമുക്കിപ്പോൾ ബാറ്ററിക്ക് എത്ര പെർസെൻറ്റേജ് ഉള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കും. അതുപോലെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സിസ്റ്റം ഡേറ്റ കാണിക്കും. സിസ്റ്റം ഡേറ്റയ്ക്കകത്ത് നമുക്കിതിൻ്റെ അകത്ത് ഓരോ സെല്ലിൻ്റെയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. സെൽ വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സെൽ വോൾട്ടേജ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. സെൽ വോൾട്ടേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്താൽ ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ്, ഏതെങ്കിലും സെല്ല് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, എത്ര സെല്ലിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. അതിൽ ഒരു പവർ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു MCB, DC MCB വരുന്നുണ്ട്. പിന്നെ നമുക്ക് നെഗറ്റീവിന് ഒരു പോയിൻ്റ്, പോസിറ്റീവിന് ഒരു പോയിൻ്റ്. പിന്നെ നമുക്ക് CAN പ്രോട്ടോക്കോളൊക്കെ വേറെ ഇൻവെർട്ടറൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്രോട്ടോക്കോളും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു CAN പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ SOC കാണിക്കുന്ന ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ആക്ച്വലി ഇത് നമ്മൾ എപ്പോഴും ബാറ്ററി സെറ്റ് ചെയ്യുമ്പോഴത്തേന് ഹൊറിസോണ്ടലായിട്ടാണ് വെക്കേണ്ടത്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് നമ്മളിപ്പോൾ ഇത് വെർട്ടിക്കലായിട്ട് വെച്ചെന്നുള്ളതേ ഉള്ളൂ. യൂട്യൂബിലെ ടെക്നീഷ്യന്മാർ പറയുന്നത് ഹൊറിസോണ്ടലായിട്ട് സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് സാധാരണ വരുന്ന പോലെ തന്നെ ACDB ഉണ്ടാവും. നമുക്ക് ഓൺ ഗ്രിഡിലൊക്കെ വരുന്ന ACDB, DCDB, പിന്നെ അവിടെ നമുക്ക് എനർജി മീറ്റർ, അതുപോലെ സോളാർ മീറ്റർ കാര്യങ്ങളൊക്കെ സാധാരണ വരുന്ന പോലെ എർത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലൈറ്റിംഗ്, എർത്ത്, അതൊക്കെയാണ്. smartsystems.com എന്ന് പറയുന്നൊരു വെബ് പേജാണ് ഇത്. യൂട്യൂബ് സോളാറിൻ്റെ ഒരു വെബ് പേജാണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ മൊത്തം, അതായത് ഇൻവെർട്ടർ ഡീറ്റെയിൽ മൊത്തം നമുക്കിവിടെ അറിയാൻ പറ്റും. മോണിറ്ററിംഗ് എന്ന് പറയുന്ന സെക്ഷനിലെ ഗ്രിഡിൻ്റെ വോൾട്ടേജ്, ഗ്രിഡിലെ കറണ്ട്, ഫ്രീക്വൻസി കാര്യങ്ങൾ, അതിൽ ഗ്രിഡിന് എത്ര എനർജി എടുത്തിട്ടുണ്ട്, അതുപോലുള്ള KWH എല്ലാം അറിയാൻ പറ്റും. അതിൽ ബാറ്ററിയുടെ വോൾട്ടേജ്, കറണ്ട്, KWH എത്ര യൂണിറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ ഔട്ട്പുട്ടിൽ ഇപ്പോൾ എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ, കറണ്ട് എത്ര എടുക്കുന്നുണ്ടോ, അതുപോലെ ഫ്രീക്വൻസി, ഔട്ട്പുട്ടിൽ എത്ര ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടോ, അതുപോലെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ സോളാറിൻ്റെ ആണെങ്കിലും സോളാറിൻ്റെ വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി, അതായത് എത്ര യൂണിറ്റ് നമ്മൾ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അറിയാൻ പറ്റും. അതുപോലെ ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന എത്ര യൂണിറ്റ് ആണ്, എത്ര പവറാണ് ഇപ്പം നിലവിൽ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ സ്റ്റാറ്റസ്, ഗ്രിഡ് ഓണാണ്, ഇൻവെർട്ടർ ഓണാണ്, അതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ടേബിളാണ്. ടേബിളിൻ്റെ അകത്ത് നമുക്ക് ഓരോ മണിക്കൂർ ഇടവിട്ടുള്ള ഡേറ്റാസ് നമുക്കിവിടെ ഏകദേശം കിട്ടുന്നതാണ്. അതിലുള്ള അന്നത്തെ സോളാറിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഗ്രാഫായിട്ട് കാണാനുള്ള ഒരു ഓപ്ഷനും നമുക്കിവിടെ ഉണ്ട്. അത് ഗ്രിഡിൻ്റെ കാര്യങ്ങൾ, ബാറ്ററിയുടെ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഗ്രാഫായിട്ട് കാണാനുള്ള ഒരു ഓപ്ഷനും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. കോൺഫിഗറേഷനുള്ള ഒരു ടാബ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് ഇതുവരെ വർക്കായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനെ വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടില്ല. പിന്നെ ഡാറ്റ ലോഗിൻ്റെ അകത്തും ഈ പറഞ്ഞ ഓരോ ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇത്രയൊക്കെയാണ് നമുക്ക് യൂട്യൂബിൻ്റെ ഓൺലൈൻ വൈഫൈ വഴി നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ അറിയാൻ പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ നമ്മുടെ ആപ്പിൻ്റെ അകത്ത് പക്ഷെ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നില്ല. കാരണം ഈ വെബ് പേജ് തന്നെയാണ് ആക്ച്വലി ആപ്പിൻ്റെ അകത്ത് ഓപ്പൺ ആയി വരുന്നത്. നമുക്ക് യൂട്യൂബിൻ്റെ GTA എന്ന് പറയുന്ന ഒരു ആപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഡിവൈസ് ഇവിടെ കാണിക്കും. ഈ ഡിവൈസിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഡേറ്റാസ് വരും. പക്ഷെ ഡേറ്റാസ് എല്ലാം ഇത് ആക്ച്വലി ഒരു വെബ് പേജാണ് ഇതിനകത്ത് ഓപ്പൺ ആയി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഡേറ്റാസ് ജസ്റ്റ് വായിച്ചെടുക്കാമെന്നല്ലാതെ കറക്റ്റ് പെർഫെക്ഷനോ കാര്യങ്ങളോ നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ പുതിയ അപ്ഡേഷൻ വരുമ്പം മാറുമായിരിക്കാം. ഇപ്പം നിലവിൽ ഇങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. ഇതിനകത്ത് ടേബിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഗ്രാഫ്, കോൺഫിഗറേഷൻ, ഡാറ്റ ലോഗ്, അങ്ങനെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മോണിറ്ററിങ് മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം കാണാൻ പറ്റുന്ന, അത്യാവശ്യം വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹൈബ്രിഡിനെ പറ്റിയുള്ളൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുവാണെങ്കിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.